അയ്യപ്പന് പോറ്റിയും പിന്നെ തമ്പുരാനും തിരുമേനിയും കീഴ്ജാതിക്കാരൻ. അയ്യപ്പൻ എല്ലാവരും ഒരുപോലാണ്. അയ്യപ്പ എന്നാണല്ലോ എല്ലാവരും വിളിക്കുന്നത്. ടാറ്റ വന്നാലും ബെർള വന്നാലും ഒരു ദരിദ്രം വന്നാലും അവിടെ എല്ലാവരും അങ്ങോട്ട് ചെന്ന് അയ്യപ്പ എന്നേ വിളിക്കൂ. ഞാനിപ്പോൾ പറയാം, ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഞങ്ങൾ തമ്മിൽ സഖാക്കളെ എന്ന് വിളിക്കുന്നത് ഇൻ്റർനാഷണലായിട്ട് വന്നതാണ്, ഇവിടുന്ന് വന്നതല്ല. സഖാക്കളെ എന്നാണ് വിളിക്കുന്നത്. പേരല്ല വിളിക്കുന്നത്. സഖാക്കളെ, സഖാവേ, അതായത് സഹോദരാന്ന്. ഇതൊരു ഫ്രഞ്ച് പദമാണ്. ഇത് മാർക്സ് കണ്ടുപിടിച്ചതല്ല, ഒരു ഫ്രഞ്ച് പദമാണ്. ആർക്ക് വേണമെങ്കിലും വിളിക്കാം. കമ്മ്യൂണിസ്റ്റുകാരൊക്കെ വിളിച്ചാൽ അത് കമ്മ്യൂണിസ്റ്റുകാരുടെ ലെവലിലായെന്ന് മാത്രമേ ഉള്ളൂ. ആർക്ക് വേണമെങ്കിലും വിളിക്കാം. എന്ന് പറഞ്ഞ പോലെ എല്ലാവരും അയ്യപ്പ അയ്യപ്പ എന്നാണ് വിളിക്കുന്നത്. പേരല്ല വിളിക്കുന്നത്. പേര് ചേർത്ത് വിളിക്കുന്നത് അയ്യപ്പ അയ്യപ്പ എന്നാണ് വിളിക്കുന്നത്. എല്ലാവരും തുല്യരാണ് അവിടെ. എല്ലാവരും തുല്യരായിടത്ത് അത്ര മഹത്തായിട്ടുള്ള ഒരു സങ്കല്പമാണ് അവിടെ. ഒരു നമ്മുടെ സോഷ്യലിസം എന്നൊക്കെ പറയുന്നത് അതൊരു സാമ്പത്തിക സംവിധാനം മാത്രമല്ല, അതൊരു തുല്യതയുടെ, ഈക്വാലിറ്റിയുടെ അതിഗംഭീരമായ ഒരു സങ്കല്പമാണത്. അത് ഭക്തിയിൽ ആ സങ്കല്പം ഇവിടെ ശബരിമലയിൽ പൂർണ്ണിയാണ്. കാരണം എല്ലാവരും ഒരുപോലെ. അവിടെ സാമ്പത്തികമായിട്ടുള്ള പിന്നെ ഉച്ചനീചത്വങ്ങൾക്കൊന്നും യാതൊരു സ്ഥാനവുമില്ല എന്നുള്ളതാണ് സങ്കല്പം. പക്ഷേ കാലം മാറിയപ്പോൾ സമ്പന്നർക്ക് അവിടെ എന്തെങ്കിലും പ്രത്യേക പ്രാധാന്യം കിട്ടുന്നുണ്ടോ ഈ കാര്യങ്ങളെ പറ്റിയൊന്നും ഇപ്പോൾ എനിക്ക് പറയാൻ കഴിയില്ല. ഏതായാലും ശരി, ഈ പണം സൂക്ഷിക്കേണ്ടവർ സൂക്ഷിച്ചാൽ ഒന്നും സംഭവിക്കില്ല. ഒന്നും സംഭവിക്കില്ല. കാവൽക്കാരനറിയാതെ ഒന്നും സംഭവിക്കില്ല. ഇതെല്ലാം കാവൽക്കാരാണ്. എല്ലാവരും അയ്യപ്പക്ഷേത്രത്തിൻ്റെ കാവൽക്കാരാണ്. ദേവസ്വം ബോർഡെന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ പല ദേവസ്വം ബോർഡ് മെമ്പർമാരുടെയും ധാരണ അവർ ദൈവത്തിനേക്കാൾ മേളാണെന്നാണ്. ഞാനൊക്കെ ബിരുസ്താവെന്ന് ഒട്ടുമുമ്പ് ഇവരൊരു ക്ഷേത്രത്തിൽ വന്നാൽ അവർക്ക് ഉടനെ തന്നെ എന്താ പറയുന്നത്, പൂർണ്ണകുംഭം സമർപ്പിക്കണം മെമ്പർക്ക്. പൂർണ്ണകുംഭം, മനസ്സിലായില്ലേ? അവിടെ ഒരു കുംഭം വാങ്ങിക്കാൻ പോലും, കുടം വാങ്ങിക്കാൻ പോലും പൈസ ഇല്ലാത്ത അമ്പലമാണ്. അതിന് പൂർണ്ണകുംഭം സമർപ്പിക്കണം. അതൊക്കെ അവസാനിപ്പിച്ചു. ഇവർ വെറും ഗവൺമെൻറ് നോമിനികൾ മാത്രമാണ്. സർക്കാർ നോമിനേറ്റ് ചെയ്യുന്ന വെറും സാധാരണ മനുഷ്യൻ മാത്രമാണ് ഒരു ദേവസ്വം ബോർഡ്. മറ്റേ മനുഷ്യത്തെയാണ് ദേവസ്വം ബോർഡ് മെമ്പർ. ആ ഓർമ്മ അവരെ ഞാനൊന്ന് ഓർമ്മിപ്പിക്കും. നിങ്ങളാരും ദൈവമല്ല, ദൈവം ഒരിക്കലുമല്ല. ദേവസ്വം ബോർഡല്ല ദൈവം. ദൈവസങ്കല്പത്തിൽ ഇരിക്കുന്ന, അല്ലെങ്കിൽ ദൈവമെന്ന് കോടാനുകോടി ജനങ്ങൾ വിശ്വസിക്കുന്ന അയ്യപ്പൻ്റെ എന്താണ് സംരക്ഷകരും അയ്യപ്പൻ്റെ ദോഷമുണ്ടാകാതെ നോക്കുന്ന സേവകർ മാത്രമാണ് നിങ്ങൾ. ദേവസ്വം ബോർഡ് ജോലി അതാണ്. നിങ്ങൾ വെറും സേവകന്മാരാണ്. ഈ ദേവസ്വം ബോർഡിലേക്ക് മെമ്പറായി കയറാൻ ഇടിക്കേണ്ട കാര്യം എന്താ? അങ്ങനെ ഇടിക്കുന്നുണ്ടെങ്കിൽ വേറെ ലക്ഷ്യമുണ്ടെന്നല്ലേ അതിൻ്റെ അർത്ഥം. വളരെ സൂക്ഷിച്ചെടുക്കേണ്ടതാണ് ദേവസ്വം ബോർഡ് മെമ്പർമാരെ. അപ്പോൾ നമുക്ക് ഐക്യമുന്നണി സംവിധാനമായതുകൊണ്ട് UDF വന്നാലും LDF വന്നാലും, ഇപ്പോൾ BJP ഇല്ലല്ലോ, അധികാരത്തില്ലല്ലോ. UDF വന്നാലും LDF വന്നാലും രാഷ്ട്രീയാടിസ്ഥാനത്തിൽ ആളെ നിയമിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടത് അവൻ്റെ സത്യസന്ധതയാണ്. ഭക്തരല്ലാത്ത ഒരാൾ ദേവസ്വം മന്ത്രിയാവുന്നതിന് വിരോധമില്ല. കാരണം അദ്ദേഹം അവിടെ സേവനം, ഭക്തന്മാർക്ക് ആവശ്യമായ സംവിധാനം ഉണ്ടാക്കി കൊടുത്താൽ മതി. പക്ഷേ ദേവസ്വം ബോർഡ് മെമ്പർ ഭക്തനായിരിക്കണം. ദേവസ്വം ബോർഡ് മെമ്പർ ഭക്തനായിരിക്കണം. ഇപ്പോൾ തോട്ടത്തിൽ രവീന്ദ്രൻ എന്ന് പറയുന്ന ഒരു സഖാവ്, അദ്ദേഹം അവിടെ കോഴിക്കോട് മേയറായിരുന്നു. ഇപ്പോൾ അദ്ദേഹം അസംബ്ലി MLA ആണെന്നൊരു സംശയമുണ്ട് എനിക്ക്. മേയറായിരുന്നു. അദ്ദേഹമായിരുന്നു ഗുരുവായൂർ ദേവസ്വം മാനേജിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. അദ്ദേഹം ഭക്തനാണ്. ഭക്തനായപ്പോൾ തന്നെ LC മെമ്പറായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് ഭക്തി ഉണ്ടായിരുന്നു, ആത്മാർത്ഥമായ ഭക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തെ ആരും കുറ്റം പറഞ്ഞില്ല. അതുകൊണ്ട് ദേവസ്വം ബോർഡ് കയറാൻ വേണ്ടി അതുവരെ അമ്പലത്തിൻ്റെ മുമ്പിൽ പോലും പോയി നിന്നിട്ടില്ലാത്ത ആളുകൾ ഇടിക്കേണ്ട കാര്യമില്ല. എല്ലാ പ്രസ്ഥാനത്തിലും വിശ്വാസികൾ, ഇപ്പോൾ CPM തന്നെ ഞങ്ങളുടെ വോട്ടറിൻ്റെ 99% വിശ്വാസികളുടെ അല്ലേ. പാർട്ടി മെമ്പർമാർ കേരളത്തിൽ 5-5 ലക്ഷമല്ലേ ഉള്ളൂ. വോട്ട് കിട്ടുന്ന 50 ലക്ഷം 1 കോടിയോ അല്ലേ. അപ്പം എല്ലാ പാർട്ടിയിലും ഞാൻ പറയുകയാണ്. അപ്പോൾ ഇഷ്ടംപോലെ ആളുണ്ട്. ഏറ്റവും നല്ല വിശ്വാസമുള്ള, അവിടുത്തെ ഒരു പൈസ പോലും എടുക്കരുതെന്നും എടുക്കുന്നവരെ വെറുതെ വിടത്തില്ലെന്നും നല്ല ഉറപ്പുള്ള ആളുകൾ തന്നെ ഓരോ കാലത്തും ദേവസ്വം ബോർഡിൽ വരുന്നതിനെ അതാത് കാലത്തെ ഗവൺമെൻറ്റുകളാണ് ശ്രദ്ധിക്കേണ്ടത്. എല്ലാവർക്കും ഒരു ശ്രദ്ധ വേണം. ഇപ്പോൾ നമ്മളെ ഒരു കയർ കോർപ്പറേഷൻ നടത്തുന്ന പോലെയല്ല ഇവിടെ നമ്മുടെ ശബരിമല ക്ഷേത്രം നടത്തുന്നത്. അല്ലെങ്കിൽ അപ്പുറത്ത് നമ്മുടെ സിവിൽ സപ്ലൈസിൻ്റെ ഒരു കട നടത്തുന്ന പോലെയല്ല ശബരിമല ക്ഷേത്രം. ഇത് രണ്ടും രണ്ടാണ്. അവിടെ പറ്റിയാൽ ഇവിടെ പറ്റണമെന്നില്ല. രണ്ടിടത്തും പറ്റുന്ന ആളുകളും ഉണ്ടാവും. അങ്ങനെയുള്ള ആളുകളെ കണ്ടുപിടിച്ച് ചുമതല ഏൽപ്പിച്ചാൽ, അതായത് പണം കൈകൊണ്ട് തൊടുത്തല്ല, പൊതുപണം. അയ്യപ്പൻ്റെ പണം പൊതുപണമാണ്, പൊതുജനങ്ങളുടെ പണമാണ്. ഖജനാവിലെ പണം ജനങ്ങളുടെ പണമാണ്, പൊതുപണമാണ്. ആ പണം കൈകാര്യം ചെയ്യുന്ന അധികാരികൾ ഒരു പൈസ പോലും പോക്കറ്റിലിട്ട് വീട്ടിൽ കൊണ്ടുപോവുകയില്ല, ഇല്ലെങ്കിൽ ബന്ധുക്കൾക്ക് ട്രാൻസ്ഫർ ചെയ്യുകയില്ല എന്ന് ഉറപ്പുള്ളവരെ വേണം പണം കൈകാര്യം ചെയ്യുന്ന എല്ലാ അധികാര സ്ഥാപനങ്ങളിലും ഇരുത്തേണ്ടത്, വിശേഷിച്ച് ദേവസ്വങ്ങളിൽ. അങ്ങനെ വന്നാൽ ഇതൊന്നും ഉണ്ടാവില്ല. അങ്ങനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, ചെയ്തു എന്ന് കഴിഞ്ഞാൽ കർശനമായ ശിക്ഷ വേണം. വെറുതെ വിടരുത്, കർശനമായ ശിക്ഷ. അതിന് വേണേൽ പുതിയ നിയമങ്ങൾ ഉണ്ടാക്കിയാലും കുഴപ്പമില്ല. പിന്നെ
ക്ഷേത്രങ്ങളിലെ പൈസ ഒന്നും ഗവൺമെൻറ്റിന് എടുക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള വിശ്വാസങ്ങളൊന്നും ആർക്കും പാടില്ല. ഒറ്റ ക്ഷേത്രത്തിലെ പൈസ ഗവൺമെൻറ്റിന് എടുക്കാൻ പറ്റില്ല. അതാ അവിടെ ദേവസ്വം ബോർഡിന് തന്നെ കിട്ടുകയുള്ളൂ. ദേവസ്വം ബോർഡിന് പണം തികയാതെ വന്നാൽ സർക്കാർ പണം കൊടുക്കുകയും വേണം. അങ്ങനെ കൊടുക്കാറുമുണ്ട്. ചിലപ്പോൾ പണം തികയത്തില്ല, പണം കൊടുക്കാറുണ്ട്. അപ്പോൾ ദേവസ്വങ്ങളിൽ നിന്ന് സർക്കാരിൻ്റെ പണം എടുക്കാൻ നോക്കത്തില്ല, അതെനിക്ക് ഉറപ്പുള്ള കാര്യമാണ്. നമ്മൾ അങ്ങോട്ട് കൊടുക്കാതിരിക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളെപ്പറ്റി നല്ല അറിവുള്ളവർ, നല്ല ധാർമ്മികതയുള്ളവർ, വലിയ അഴിമതിക്കെതിരായി കുരിശുയുദ്ധം നടത്തി പ്രാദേശികമായിട്ടോ സംസ്ഥാനത്തോ പേര് കേട്ടവർ, ആ പ്രസ്ഥാനത്തിന് ഒരിക്കലും വെച്ച പ്രസ്ഥാനത്തിന് ദോഷമുണ്ടാവില്ല. ആ പ്രസ്ഥാനത്തിന് ഭാസുരമായ ഒരു വളർച്ചയാണ് അത്തരം മെമ്പർമാർ വഴി ഉണ്ടാവുക എന്നുള്ളവരെ വേണം വെക്കാൻ. ഞാൻ രണ്ടുപേരുടെ പേര് പറയാം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പുതിയ നിയമം കൊണ്ടുവന്ന് ഒരു സ്ത്രീയെയും ഒരു പട്ടികജാതിക്കാരനെയും സംവരണം വെച്ച് 3 ജനറൽ സീറ്റായിരുന്നു, ഒന്നായിട്ട് ചുരുക്കിയ ജനറൽ സീറ്റ്. ബാക്കി ഈ 2 സംവരണം അവിടെയൊക്കെ പോകുന്നു. നമ്പർ ചെയ്യാൻ മാറ്റിയില്ല. അന്ന് വെച്ച 2 പ്രസിഡന്റുമാരായിരുന്നു. ആദ്യത്തെ പ്രസിഡന്റ് EMSൻ്റെ മരുമകൻ കൂടിയായിരുന്ന എൻ്റെ സഹപ്രവർത്തകനായിരുന്ന CK ഗുപ്തൻ. ഗുപ്തൻ ആകെ ഒരു കുഴപ്പമേ ഉള്ളൂ, പെട്ടെന്ന് ദേഷ്യം വരും. 10 പൈസ ഗുപ്തൻ എടുക്കില്ല. മിനിസ്റ്ററോട് ആലോചിക്കാതെ ഒരു കാര്യത്തിലും എടുത്ത് ചാടത്തില്ല. എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായില്ല. ശബരിമല ദേവസ്വത്തിലോ ദേവസ്വം ബോർഡിലോ ഇടപെടേണ്ട കാര്യമേ എനിക്കുണ്ടായില്ല. ഞാൻ വേറൊരു കാര്യം, അഴിമതി തടയാൻ വേറൊരു കാര്യം കൂടി ചെയ്തു. ഞാൻ വരുമ്പോഴുണ്ടായിരുന്ന ദേവസ്വം ബോർഡ് അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് ഇതിൽ കൂടുതൽ താപ്പോട്ട് അധപ്പതിക്കാനില്ല. അപ്പം ആ 3 പേരുടെ പേരൊന്നും ഞാൻ പറയുന്നത്. ഒരാൾ കോൺഗ്രസിൻ്റെ പ്രതിനിധി, ഒരാൾ NSS വെച്ചു. അവസാനം NSS പറയുന്ന ആളെ കേൾക്കാതെയായി. ഇയാളെ മാറ്റണമെന്ന് NSS ജനറൽ സെക്രട്ടറി നാരായണപ്പണിക്കർ സാറ് തന്നെ എന്നെ വിളിച്ച് പറഞ്ഞു. ഇയാളെ ഇനി വെച്ചോണ്ടിരിക്കരുത്, ഇയാളെ വിശ്വസിക്കാൻ കൊള്ളില്ല. ഒരാൾ വേറൊരു സമുദായ നേതാവ്. ഇവർ 3 പേരും കൂടി എന്താ ഇവിടെ ചെയ്തത്? അന്ന് 4 വർഷമാണല്ലോ. 2002-2004 ദേവസ്വം ബോർഡിനെ പറ്റിയുള്ള റിപ്പോർട്ടുകൾ എടുത്ത് നോക്കുക. അപ്പോൾ ഇവരെ മാറ്റണം. ഇവരെ മാറ്റാൻ ഡിസ്മിസ് ചെയ്യാനൊന്നും നോക്കത്തില്ല, എളുപ്പമുള്ള കാര്യമല്ല. അതിന് വലിയ അന്വേഷണമൊക്കെ നടത്തണം. അപ്പോൾ എന്താ വേണ്ടത്? ബോർഡിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ മാറ്റുക. അങ്ങനെയാണ് പുതിയ ദേവസ്വം അമെൻമെൻറ്റ് ബില്ല് ഞാൻ അവതരിപ്പിക്കുന്ന. ഒരു പട്ടികജാതി സംവരണം നിലവിലതില്ല. ഒരു സ്ത്രീ സംവരണം 50 വയസ്സായത്. കാരണം ശബരിമലക്കാരുണ്ടേ, അവർ പുരാണ പാരായണ വിദഗ്ധയുമായിരിക്കണമെന്ന് നിർബന്ധിച്ചു. ഒരു ജനറൽ സീറ്റ്, ഇതിലൊരു ജനറൽ സീറ്റിലല്ല 3 ജനറൽ സീറ്റിലാണ് വന്നേക്കുന്നവർ. അത് കാരണം ഈ ബോർഡിന് ഇരിക്കാനൊക്കത്തില്ല. ഈ സംവരണത്തിൻ്റെ ഒരു ഓട്ടോമാറ്റിക്കായിട്ട് അധികാരം കൂടി ഞാൻ ഡിസ്മിസ് ചെയ്യേണ്ടി വന്നില്ല. അവർ നേരെ സുപ്രീം കോടതിയിൽ പോയി ഞങ്ങളുടെ കാലാവധി സംബന്ധിച്ച്. അപ്പോൾ സുപ്രീം കോടതി എന്താ പറഞ്ഞത്? അവിടെ ഒരു ദേവസ്വം മിനിസ്റ്ററുണ്ട്, അദ്ദേഹത്തിന് പോലും പരാതി കൊടുക്കാൻ പറഞ്ഞു. അത് ആ പരാതി, ആ റിട്ട് സ്വീകരിച്ചതേയില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ പുതിയ ഇത് കൊണ്ടുവന്നു, നിയമം കൊണ്ടുവന്ന് നമ്മൾ ചെയ്തു എന്ന് മാത്രമല്ല, 4 വർഷമൊന്നും വേണ്ട. 4 വർഷം ഇരുന്ന് മോഷ്ടിക്കേണ്ട, 2 വർഷം അതങ്ങ് ചുരുക്കി. 2 വർഷമായിട്ടങ്ങ് ചുരുക്കി. എൻ്റെ കാലത്തെല്ലാം 2 വർഷമായിരുന്നു. അത് കഴിഞ്ഞ് ഉമ്മൻചാണ്ടി സാറ് വന്നപ്പോൾ 2011 അദ്ദേഹം ചെയ്തു, അത് നേരെ കൊണ്ട് 3 വർഷമാക്കി. വല്ല കാര്യമുണ്ടോ? 3 വർഷമാക്കി. അത് കഴിഞ്ഞ് വന്ന കടകംപള്ളി സുരേന്ദ്രൻ ഇരുന്നപ്പോഴും ഈ 3 വർഷമായിരുന്നു. അത് കുറയ്ക്കുക കൂട്ടുക ചെയ്തിട്ട് 2 വർഷമേ ഉള്ളൂ അത്. അപ്പോൾ അടുത്ത കാലത്ത് കേട്ടത് പിന്നെ എന്താ കാലാവധി നീട്ടാൻ പോകുന്നത്? കാലാവധി നീട്ടാനൊക്കത്തില്ല. നിയമം കൊണ്ടുവന്ന് അസംബ്ലിയിൽ പാസ്സാക്കി 3 വർഷം 4 വർഷമാക്കുകയോ അല്ല പഴയതുപോലെ 2 വർഷമാക്കുകയോ അല്ല. ഗവൺമെൻറ് ഉത്തരവ് കൊണ്ടത് നീട്ടാനൊക്കത്തില്ല. അങ്ങനെയൊന്നും നീട്ടാനൊക്കുന്നതല്ല. ഇത് സ്റ്റാറ്റ്യൂട്ടറി, വളരെ ഹൈലി സ്റ്റാറ്റ്യൂട്ടറിയാണ്. എന്തായാലും ഗവൺമെൻറ് ഇപ്പോൾ ആരെയും ഇതിനെ കാലാവധി നീട്ടുന്നില്ല എന്ന് പറഞ്ഞു. അവർ പുതിയ മെമ്പർമാരെയും ബോർഡ് പ്രസിഡൻ്റൊക്കെ എടുക്കാൻ പോകുകയാണെന്ന് അറിഞ്ഞു. നല്ല കാര്യം, വളരെ ഇതല്ലേ. അസംബ്ലിയിലെയും ക്യാബിനറ്റിലെയും ഹിന്ദു സമൂഹത്തിൽപ്പെട്ട MLAമാരാണ് 2 പേരെ നിയമിക്കേണ്ടത്. ഒരാളെ അസംബ്ലിയിൽ നിന്നും 2 പേരെ അസംബ്ലിയിൽ നിന്ന് SC ST ഒരാളെയും മറ്റൊരാളെ അസംബ്ലിയിൽ നിന്ന്. ഒരാളെ നിയമിക്കേണ്ടത് ക്യാബിനറ്റിൽ നിന്നാണ്. ആ 3 പേരാണ് എലക്ട് ചെയ്യപ്പെടാൻ പോകുന്നത്. ജനപ്രതിനിധികളെ എലക്ട് ചെയ്യപ്പെടാണ്. പക്ഷേ ഭരിക്കുന്ന പാർട്ടിയുടെ താല്പര്യ അനുസരണമുള്ള ആളുകൾ വരും. നല്ല ആളെ വെച്ചാൽ യാതൊരു കുഴപ്പമുണ്ടാവില്ല. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നിയമനിർമ്മാണം അടക്കം നടത്തിയാണ് ശബരിമല അഴിമതി തടഞ്ഞത്. ഒരുപാട് ആളുകളുടെ സഹായത്തോടു കൂടിയാണ്. മാതാ അമൃതാനന്ദമയിയുടെ സഹായം ചെറിയ കാര്യമാണോ? എല്ലാ സൗകര്യങ്ങളുമുള്ള വലിയൊരു ലക്ഷറി ബസ് കൊണ്ടിട്ടിട്ട് അവിടെ അമൃത ഹോസ്പിറ്റലിലെ അവിടുത്തെ ഹൃദയ ശസ്ത്രക്രിയ വിദഗ്ധന്മാരെല്ലാം ഇവിടെ വന്ന് താമസിക്കുകയാണ് 70 ദിവസം. ഇപ്പോൾ അതുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. പിന്നെ അവർ വന്നിട്ടുണ്ടോ അന്ന് അങ്ങനെ ഒരു, അതായത് ദേവസ്വങ്ങളിലെല്ലാം വലിയ ഉത്സാഹമായിരുന്നു. കാരണം അവിടുത്തെ പണമൊന്നും പോകുന്നില്ല. അവിടുത്തെ പൂജാരിമാർക്കും ഒക്കെ സന്തോഷം. ഞാൻ അവരെ വിമർശിച്ചിട്ടൊക്കെ ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുകയല്ല. അത് കുഴപ്പം കാണിച്ചുകൊണ്ട് മാത്രം വിമർശിച്ചതാണ്. പിന്നെ അതിൽ വേറെ യാതൊരു കാലുഷ്യവും ഉണ്ടായിട്ടില്ല. അതിൽ അന്നത്തെ തന്ത്രി നമ്മുടെ ശബരിമലയിലെ അദ്ദേഹമല്ലേ, അത് മരിച്ചുപോയി. ഇതിപ്പോൾ ഇല്ല. അദ്ദേഹം എത്രയോ തവണ എൻ്റെ വീട്ടിൽ വന്നിരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ കൊച്ചുമോനുമായിട്ട്. ആ കൊച്ചുമോൻ എൻ്റെ സുഹൃത്താണ്, ഉണ്ടല്ലോ നമ്മുടെ രാഘവേശ്വർ, എൻ്റെ വീട്ടിൽ വന്നിരിക്കുന്നു. അങ്ങനെ
അത്ര കാര്യമായിരുന്നു നമ്മളോട് അവർക്ക് മിനിസ്റ്ററായിരുന്നപ്പോൾ തന്നെ. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ മകനാണ് ഇപ്പോൾ അവിടുത്തെ തന്ത്രി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തോടെ എനിക്ക് പരിചയമുണ്ട്. അപ്പോൾ ഈ തരത്തിൽ നമ്മളെ എനിക്ക് പിന്നെ അന്ന് സഹകരണ വകുപ്പ് നോക്കണം, കയർ വകുപ്പ് നോക്കണം, ഇതെല്ലാം നോക്കണമെന്നുണ്ടെങ്കിൽ അതെല്ലാം നോക്കിയതുപോലെ തന്നെയോ അതിനേക്കാൾ ഉപരിയായിട്ടോ ഇത് നോക്കി. ഒരു വകുപ്പ് നോക്കുന്നതുകൊണ്ട് വേറൊരു വകുപ്പ് നോക്കാതിരിക്കാനൊന്നും പറ്റില്ല. എല്ലാ വകുപ്പും നോക്കിയേ പറ്റൂ. അതിന് നമ്മൾ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ജനങ്ങളുടെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളുടെ രാഷ്ട്രീയ പ്രസ്ഥാനം, അതാത് കാലത്തെ പ്രസ്ഥാനം. എനിക്കാവുമ്പോൾ എൻ്റെ പാർട്ടി, ആ പാർട്ടിയുടെ താല്പര്യവും ഗവൺമെൻറ്റിൻ്റെ താല്പര്യവും അതിനൊക്കെ ഉപരിയായി ജനങ്ങളുടെ താല്പര്യം, ഭക്തജനങ്ങളുടെ താല്പര്യം, അതാണ് ഏറ്റവും മൗലികമായിട്ടുള്ളത്. അതിനകത്ത് രാഷ്ട്രീയമൊന്നുമില്ല, ജാതിമത പ്രശ്നമൊന്നും. മുസ്ലിങ്ങൾക്ക് വരെ ശബരിമല വരാം, ക്രിസ്ത്യാനിക്ക് വരാം, അവിടെ മാത്രമേ വരാൻ പറ്റുള്ളൂ.